ഞാൻ ബേസിക്കലി ഈരാറ്റുപേട്ട കോട്ടയം സ്വദേശിയാണ്. ഇപ്പോൾ തൃശ്ശൂർ താമസിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലായിരുന്നു. വളരെ യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടതാണ് RCM എന്ന് പറയുന്ന പ്രസ്ഥാനം. ഒരു കടയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഇതൊരു ക്ലാസ്സോ ഉദ്ഘാടനമൊന്നുമല്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയ പരിപാടിയാണ്. ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വെളുത്ത റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. കാരണം നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എയർഫോഴ്സിൽ ജോലിയിലായിരുന്ന ഞാൻ, നിങ്ങൾക്കൊക്കെ അറിയാം, ഡിഫൻസിൽ ജോലിയിലുള്ളവർക്കോ ഡിഫൻസ് സർവീസ് വിട്ട് വന്ന ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് മരുന്ന് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അറിയാമോ? എത്ര പേർക്കറിയാം? ഫ്രീ മെഡിക്കൽ അറ്റൻഷൻ സർവീസിലുള്ള ആളുകൾക്ക് അറിയില്ലേ? ഡിഫൻസിലുള്ള ആളുകൾ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരു പൈസയുടെ മരുന്ന് എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മകനോ വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. 20 വർഷത്തെ എയർഫോഴ്സിലെ ജോലി, അതിനുശേഷം ഇപ്പോൾ ഒരു 10-11 വർഷത്തിലധികമായി. ഇതുവരെ എൻ്റെ രക്തം ഒരു ലാബിൽ കൊടുത്ത് പരിശോധിപ്പിക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ മകൻ ഇപ്പോൾ MBBS പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ. ആ കുട്ടിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം വയറിളക്കമോ ഛർദിയോ ഉണ്ടായിട്ടില്ല. അയാൾക്ക് അറിയില്ല എന്താ സംഭവം. ഇത്രയും കാലത്തെ പഠനത്തിനുള്ളിൽ ജലദോഷമോ പനിയോ അതുപോലുള്ള സാധാരണ അസുഖങ്ങൾ വന്നിട്ട് ഒരു ദിവസം പോലും ആ കുട്ടിക്ക് സ്കൂളിൽ പോകാതിരിക്കേണ്ടി വന്നിട്ടില്ല. എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇപ്പോ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട സോമൻ ചേട്ടൻ പറഞ്ഞ ആ ഒരു സെന്റൻസ്, നിങ്ങൾക്ക് മരുന്ന് നിങ്ങളുടെ ആഹാരമാണ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഇവിടെ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊക്കെ എന്നേക്കാൾ ഭൂരിപക്ഷം ഇവിടെ ഇരിക്കുന്ന ആൾ അധികം പേരും എന്നേക്കാൾ പ്രായമുള്ളവരും ജീവിത പരിചയമുള്ളവരും അനുഭവജ്ഞാനമുള്ളവരൊക്കെയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റൽ മാത്രമാണ്. ശരിയാണോ സർ? ഇവിടെ ധാരാളം അസോസിയേഷന്റെ പ്രതിനിധികളുണ്ട്. റെസിഡൻസ് അസോസിയേഷനും മറ്റ് ചാരിറ്റി ചെയ്യുന്ന സംഘടനയുടെയൊക്കെ ഈ കൂട്ടായ്മയുടെയൊക്കെ ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും നന്മ കൊടുക്കുക. അത് തന്നെയല്ലേ? നമ്മുടെ കൂടെ സഹകരിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള പരമാവധി ആളുകൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഒക്കെ ലക്ഷ്യം. ശരിയാണല്ലോ? പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കഷ്ടപ്പാടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റം എങ്ങനെ ഉണ്ടാകും? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷമായി. ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ പ്രധാനമന്ത്രിമാരായി. ഇവിടെയാണെങ്കിൽ EMS മുതൽ പിണറായി വിജയൻ വരെ മുഖ്യമന്ത്രിമാരായി. ആരോഗ്യം മെച്ചപ്പെട്ടോ മോശപ്പെട്ടോ? എന്താണ് അതിന് കാരണം? അതിനാരാണ് പരിഹാരം ഉണ്ടാക്കുക? നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? മുതിർന്നവരായ നിങ്ങൾ, ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള നിങ്ങളൊക്കെ തന്നെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ ആസ്വദിച്ചിട്ടുള്ള പച്ചമാങ്ങ, നെല്ലിക്ക, നാരങ്ങ, ജാതിക്ക, ഇലിമ്പമ്പുളി, വാളംപുളി, ഇതിലൊക്കെ ഉണ്ടായിരുന്ന പോഷകങ്ങൾ എന്താണ്? അതിലെന്തെങ്കിലും ഇന്നത്തെ തലമുറയിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ? ഒരു 3-4 മാസം മുമ്പ് കോഴിക്കോട് നിപ്പ വൈറസ് ബാധ ലോകം മുഴുവൻ കണ്ട ഒരു സംഗതിയാണ്. കേരളം മുഴുവൻ ആകെപ്പാടെ പേടിച്ച് വിറച്ചു. പിന്നെ കോഴിക്കോടുകാരുടെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ ആ സമയത്തും അല്പം പോലും ഭയമില്ലാതെ രോഗികളെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതിലൊരു ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. എറണാകുളത്ത് മുളവുകാട് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ശ്രീലാൽ MD. അദ്ദേഹം മുൻപ് അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം എറണാകുളത്ത് ഇതുപോലൊരു സ്ഥാപനം നടത്തുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പനിയായിട്ട് വന്ന ഒരു കുട്ടിയെ കൊണ്ട് അമ്മ വന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിക്കുന്നതിൻ്റെ ഒരു ചിത്രം, ഒരു ഫോട്ടോ, വീഡിയോ ഒക്കെ TV-യിലും മാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് അതിന്റെ പ്രത്യേകത? ഡോക്ടർ, നഴ്സും അറ്റൻഡറും എല്ലാവരും വൈറ്റ് ഗൗൺ ഇട്ട്, ഗ്ലൗസ് ഇട്ട്, മാസ്ക് ഇട്ടാണ് നിൽക്കുന്നത്. ആ കുട്ടിയെ കൊണ്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ അത് കാണുന്ന അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അമ്മ മരിച്ചു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശരിയാണോ? എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ഇത്രയും മുൻകരുതൽ എടുക്കുന്നത്? കാരണം ഉയർന്ന പ്രതിരോധ ശക്തിയുള്ളവർക്ക് വൈറസ് ബാധ ഏൽക്കില്ല എന്ന് ആ ചർച്ച നടക്കുന്ന സമയത്ത് TV ചാനലിന് അടിയിൽ ക്യാപ്ഷനിൽ കാണിച്ചിരുന്നു. ഞാനിത് ഇപ്പോഴും എൻ്റെ മൊബൈലിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എത്ര പേർക്കറിയാം ഈ കാര്യം?
അവിടെ ഡോക്ടർ ശ്രീലാൽ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും രോഗികളെ പരിശോധിക്കുന്നത് ബെയർ ഹാൻഡ്, വിത്തൗട്ട് ഗ്ലൗസ്, വിത്തൗട്ട് മാസ്ക്. എന്താ കാരണം? എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് അതിനുള്ള പ്രതിരോധ ശക്തി ഉണ്ടെന്ന്. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നു? എന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് എനിക്ക് പ്രതിരോധ ശക്തി ഉണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല? ഡോക്ടർമാര് നമുക്ക് ആരോഗ്യം തരുമോ? എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഡോക്ടർ അടുത്ത് പോയാൽ ഡോക്ടർ എന്താ പറയാ? ഈ മരുന്ന് കഴിച്ചു നോക്കൂ, മാറിയില്ലെങ്കിൽ വേറെ മരുന്ന് തരാം. അതല്ലാതെ അസുഖം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നോ എന്തുകൊണ്ടാണ് അസുഖം വന്നതെന്നോ ഡോക്ടർമാർ പറയാറുണ്ടോ? എൻ്റെ അനുഭവത്തിലില്ല. എന്നാൽ ഇവിടെ ടൊമാറ്റോ വായിച്ച ആ ഒരു സെന്റൻസ് വളരെ പ്രസക്തമാണ്. ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യദായകമാണ്. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ അതിശയോക്തിയാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം. ക്യാൻസറിന് എന്താ പറയാ, കീമോ 8 കീമോയ്ക്ക് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്ത ആള് 6 കീമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുടെ ആരോഗ്യം നശിച്ചു. ഇനി 2 കീമോ ചെയ്യാനുള്ള ശേഷി ആ ശരീരത്തിന് ഇല്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല. ആ ആള് ഇപ്പൊ ഏതാണ്ട് 8 മാസം കഴിഞ്ഞിരിക്കുന്നു. ആർസിഎമ്മിൽ കിട്ടുന്ന ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് സുന്ദരമായിട്ട് നടക്കുന്നു. രാവിലെ 2 കിലോമീറ്റർ നടക്കാൻ പോകുന്നു. ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നു വരില്ല. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പോയി വിശ്രമിക്കുന്ന ആള്, അവര് ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മേന്മ ഉൾക്കൊണ്ടുകൊണ്ട് അവരിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു 3-4 മാസം. ഇതുപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യം തരുന്നു എന്നുള്ളതാണ്. എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും എത്ര സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യം ആരോഗ്യത്തിന് തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരിയാണോ? യെസ്. എവിടുന്ന് ആരോഗ്യം കിട്ടും? എങ്ങനെയാണ് നമുക്ക് ആരോഗ്യം കിട്ടുക? ആരോഗ്യം കിട്ടാൻ 2 കാര്യങ്ങളാണ്. 1, പോഷകസമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കണം. 2, വ്യായാമം ചെയ്യണം. ഞാൻ എയർഫോഴ്സിൽ ആയിരുന്നു എന്ന് പറഞ്ഞു. സെലക്ഷൻ കിട്ടി. ട്രെയിനിങ്ങിന്റെ ആദ്യത്തെ കാലം മുതൽ എല്ലാ ദിവസവും അതിരാവിലെ ഓടാൻ നിർബന്ധിക്കുമായിരുന്നു. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് വെറുതെ ആളുകളെ ഇങ്ങനെ ഓടിച്ച് കഷ്ടപ്പെടുത്തുന്നത്? പക്ഷേ എയർഫോഴ്സിലെ സർവീസൊക്കെ കഴിഞ്ഞ് ആർസിയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ ഓട്ടത്തിന്റെ സയൻസ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറയുന്നു, ഇന്ന് എനിക്കൊരു പവർ കിട്ടാൻ സാധ്യതയൊന്നുമില്ല, കിട്ടിയാൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ആദ്യത്തെ 1 മണിക്കൂർ ഓട്ടം ഞാൻ നിർബന്ധമാക്കും. കാരണം ഓടുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാ സ്കൂളിന് അനുവാദം കിട്ടണമെങ്കിൽ നിശ്ചിത ഏരിയയുള്ള ഗ്രൗണ്ട് വേണം, നിഷ്കർഷമുണ്ട്. എന്തുകൊണ്ടാണ്? കുട്ടികൾ കളിക്കണം. 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിൽ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 പീരീഡ് എങ്കിലും ഡ്രിൽ പീരീഡ് ഉണ്ട്. കുട്ടികൾ കളിക്കണം. പക്ഷേ കളിക്കാൻ പോകുമ്പോൾ മാതാപിതാക്കൾ എന്ത് പറയും? ഇന്ന് സ്കൂളിൽ പോകുന്ന കൊച്ചിനോട് അമ്മ എന്താ പറയുക? യൂണിഫോം ചീത്തയാക്കാതെ വന്നാൽ വൈകുന്നേരം വരുമ്പോൾ ഞാനൊരു മഞ്ച് തരാം. അങ്ങനെയാണ് അമ്മമാർ പറയാറ്. കുട്ടികളെ കളിക്കാൻ അനുവദിക്കാറില്ല. എന്താ കാരണം? നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് പോഷകസമ്പുഷ്ടമായ ആഹാരവും വ്യായാമവും ആവശ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ. വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല, വിദ്യയുണ്ട്, അഭ്യാസമില്ല, നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ പോഷകസമ്പുഷ്ടമായ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ വളരെ ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യം തരുന്ന കുറേ ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ 1-2 എങ്കിലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒത്തുചേരലുകൊണ്ട് ഗുണമില്ല. ഇവിടെ ഹെൽത്ത് കാർഡ് എന്ന ബ്രാൻഡിൽ ഒരു എണ്ണ കിട്ടും. പാചക എണ്ണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് ഈ എണ്ണ ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ കട തുടങ്ങാൻ പോകുന്നുള്ളൂ, എന്നാൽ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. യെസ്. ഈ എണ്ണ ഓരോ സ്പൂൺ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? 1, 2, 3, 4 പേര്. യെസ്. ഞാൻ പറഞ്ഞത് നമ്മുടെ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഒക്കെ ഒന്ന് തിരുത്തുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം എണ്ണയും എണ്ണപ്പലഹാരങ്ങളും ആണ് എന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ശരിയാണോ? യെസ്. എണ്ണപ്പലഹാരങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. കുട്ടികൾ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും അപ്പൂപ്പനൊക്കെ പറയും, എണ്ണപ്പലഹാരങ്ങൾ അധികം നല്ലതല്ല, കഴിക്കരുത്, പറയാറില്ലേ? പക്ഷേ ഞാൻ പറയുന്നു, നമ്മുടെയൊക്കെ ജീവിതം ഒരു ദിവസം തുടങ്ങുന്നത് ഈ എണ്ണ കഴിച്ചുകൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ 1 സ്പൂൺ എണ്ണ കഴിക്കാന്നുള്ളതാണ്. എന്തിനാണ് ഈ എണ്ണ കഴിക്കുന്നത്? 34ഓളം അസുഖങ്ങൾക്ക് പ്രതിരോധമാണ് ഈ മരുന്ന്. ഇത് മരുന്നാണ്. അതുകൊണ്ടാണ്
ഹിപ്പോക്രട്സ് പറഞ്ഞത് യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഇത് മരുന്നാവുന്നത്? ക്യാൻസറും ഹാർട്ട് അറ്റാക്കും വരെ പ്രതിരോധിക്കാൻ റൈസ് ബ്രാൻ ഓയിലിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ രാജേട്ടൻ്റെ കടയുടെ ബിസിനസ്സിന് വേണ്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതങ്ങനെയല്ല, ഇതിൽ സയൻസ് ഉണ്ട് എന്നുള്ളത് കൂടെ പ്രൂവ് ചെയ്താലേ ഞാൻ ഈ പറയുന്നത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അത് ഞാൻ ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും പാചക എണ്ണയായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെ ടി വിയിലൂടെയൊക്കെ നമ്മൾ കാണുന്നു വെളിച്ചെണ്ണയിൽ മായമുണ്ട്, ഇഷ്ടം പോലെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ മായം ഉണ്ടെന്ന് പറയുമ്പോൾ കടയിൽ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോകുമ്പോൾ, എണ്ണ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കടയിൽ ചെല്ലുമ്പോൾ ഓർക്കും, ഓ വെളിച്ചെണ്ണ മായമുള്ളതെന്നാണ് പറഞ്ഞത്, എന്നാൽ വെളിച്ചെണ്ണ വേണ്ട, വേറെ എന്താ ഉള്ളത്, പാം ഓയിലോ സൺഫ്ലവറോ അതായിക്കോട്ടെ. എന്തുകൊണ്ട് സൺഫ്ലവർ ഓയിലും പാം ഓയിലും വിഷമുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല, പരിശോധിക്കാൻ റിപ്പോർട്ട് വരുന്നില്ല? ശരിയല്ലേ? എന്നാൽ റൈസ് ബ്രാൻ ഓയിൽ, അരിയുടെ തവിടിൽ നിന്നെടുക്കുന്ന എണ്ണയിൽ ഔഷധ മൂല്യമുണ്ടെന്ന് കണ്ടെത്തിയത് നമ്മളൊന്നുമല്ല, പണ്ടേ അറിയാവുന്ന കാര്യമാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും ഈ എണ്ണ വളരെ പ്രാധാന്യത്തോടുകൂടി ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാൻകാരി എണ്ണയ്ക്ക് പറയുന്നത് ഹാർട്ട് ഓയിൽ എന്നാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന പാചക എണ്ണ റൈസ് ബ്രാൻ ഓയിലാണ്. അതിൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും മികച്ച റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ഇതുണ്ടാക്കുന്ന കമ്പനി. എപി ഓർഗാനിക്സ് എന്ന് പറയും. പഞ്ചാബിലെ ധുറിയിലാണ് കമ്പനി. ഈ പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് അടുത്ത് പരിചയപ്പെടണം. ഇന്ന് ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കും എല്ലാം നേടിത്തരാൻ കഴിയുന്ന, അറിവ് തരാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ട്. നമ്മുടെയൊക്കെ കയ്യിൽ ഇന്റർനെറ്റുള്ള മൊബൈലുണ്ട്. ആ മൊബൈലിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റൈസ് ബ്രാൻ ഓയിൽ. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, അതിനകത്ത് നോക്കൂ എന്താണ് പറയുന്നത്. അത് ക്യാൻസറിനെ പ്രതിരോധിക്കും, ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കും. കാരണം ഒറിസനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ഉള്ള ഒരേ ഒരു ഭക്ഷ്യ എണ്ണ റൈസ് ബ്രാൻ ഓയിൽ മാത്രം. അതുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിന് ഹാർട്ട് ഓയിൽ എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നുള്ള കാരണം ഹാർട്ട് അറ്റാക്കാണ്. നമ്മൾ പറയാറുണ്ട്, ഇന്നലെ വൈകുന്നേരം നമ്മൾ പുള്ളിയെ കണ്ടതാണല്ലോ, ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കണ്ടാൽ മനസ്സിലാവില്ല. കണ്ടാൽ, ഒരാളെ കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. എന്നാൽ അങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കാൻ റൈസ് ബ്രാൻ ഓയിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡിന് കഴിയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ലോകം കണ്ട ഡോക്ടർമാരിൽ ഒരാളായ തോമസ് വർഗീസ് സൂര്യ ടി വിയിൽ വന്നൊരു പ്രോഗ്രാമിൽ പറയുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആർട്സിന് വേണ്ടി പറയുന്നതല്ല. കേരളത്തിലെ ആളുകൾ വിഷന്തീനികളോ എന്ന ക്യാപ്ഷനിൽ ശ്രീകണ്ഠൻ നായർ ഷോയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു 5 വെളുത്ത വസ്തുക്കൾ ഉപേക്ഷിക്കണം ആരോഗ്യത്തിന്. കേട്ടിട്ടുണ്ടോ? ഏതൊക്കെയാണ് 5 വെളുത്ത വസ്തുക്കൾ? ഷുഗർ, പഞ്ചസാര, ഉപ്പ്, പാല്, മൈദ, വെളുത്ത അരി. കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഭൂരിപക്ഷം പേരും കേട്ടിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ചോ? ആർക്ക് ആരോഗ്യത്തിന് വേണ്ടി? ഞാനിത് ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് സാറിന് ആരോഗ്യം കിട്ടുമോ? സാറ് ഉപേക്ഷിച്ചാലേ സാറിന് ആരോഗ്യം കിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ ഇത് ഇല്ലാണ്ടായാലേ നമുക്ക് ആരോഗ്യം കിട്ടുള്ളൂ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൂപ്പൻ, 104 വയസ്സുള്ള എൻ്റെ അപ്പൂപ്പൻ പറയുമായിരുന്നു, പഞ്ചസാര എല്ലുരുക്കി കളയും. പക്ഷെ അന്ന് ഞാനത് വിശ്വസിച്ചില്ല. ഇന്ന് ആധുനിക ശാസ്ത്രം, ഡോക്ടർ പറയുന്നു ഷുഗർ ഈസ് പോയ്സണസ്, ഞങ്ങളുടെ എല്ലുരുക്കി കളയും. ശരിയാണോ? പണ്ടത്തെ അപേക്ഷിച്ച് ഒരു 50, 60, 70 വയസ്സ് പ്രായമുള്ള പണ്ടത്തെ സ്ത്രീകൾക്കുള്ള എല്ലിന്റെ സൗഖ്യം അല്ലെങ്കിൽ എന്താ പറയാ ജോയിന്റ് സംബന്ധമായ ശക്തി ഇന്നത്തെ സ്ത്രീകൾക്കില്ല. ഒരു 30 വയസ്സ് കഴിയുമ്പോഴേ നടുവേദന തുടങ്ങും. എന്താ അതിന് കാരണം? പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗമാണ്. കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ തന്നെ തീരെ ശേഷിയില്ലാത്തവരായിട്ട് മാറുന്നു. അതിനൊരു വലിയ കാരണം പഞ്ചസാരയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 5 ഘടകങ്ങളെ കുറിച്ച് പറയുന്നതിൽ ആ ഡോക്ടർ പറയുന്നു ഈ എണ്ണയിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കാൻ സഹായിക്കും, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. ആർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരും വരാതിരിക്കും എന്നുള്ള ഒരു ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. കാരണം ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം പുകവലിക്കില്ലായിരുന്നു, മദ്യപിക്കില്ലായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു, തികഞ്ഞ സാത്വികനായിരുന്നു. ലോകത്തിലെ ഏറ്റവും മുന്തിയ ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടാൻ സൗകര്യമുണ്ടായിരുന്നു, രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പൊ പറയും അദ്ദേഹത്തിന് പ്രായമായില്ലേ? പ്രായമാകുന്ന ഒരു കണക്കല്ല. സംഗീത സംവിധായകൻ ജോൺസൺ മാഷയുടെ മകൾ 29 വയസ്സ് പ്രായമുള്ള അൺമാരിഡ് ലേഡി, അവരുടെ കാര്യം ഞാൻ ഓർക്കാൻ കാരണം ഞാൻ താമസിക്കുന്ന തൃശ്ശൂർ തന്നെയാണ് അവരുടെ വീട്. 29 വയസ്സ്, അവർ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത്. മദ്രാസിലെ അവരുടെ ഫ്ലാറ്റിൽ ഇവർ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് കാണുന്നത്. 23 വയസ്സ് പ്രായമുള്ള ലേഡി ഡോക്ടർ
കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറവൂര് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി അവിടെ ഇരുന്ന് കുഴഞ്ഞു വീണ് മരിക്കും. നമ്മൾ പത്രം എടുത്ത് നോക്കൂ, വളരെ ചെറുപ്പക്കാരായ ആളുകൾ പോലും ഇഷ്ടം പോലെ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്താ കാരണം? ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോയാൽ എന്തുകൊണ്ടാണ് അസുഖം വന്നതെന്നോ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നോ ഡോക്ടർ പറയുന്നില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ ഈ ഉൽപ്പന്നത്തിന്റെ ഉപയോഗം കൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഇത് മാത്രമല്ല, ഇതുപോലെ ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളാണ് ആർസിമിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ എണ്ണ ധാരാളം കാൽസ്യം ഉള്ളതാണ്, ധാരാളം വൈറ്റമിൻ ഇ ഉള്ളതാണ്. ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഷുഗർ കുറയും. ഷുഗറിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഷുഗർ കുറയാനത് സഹായിക്കും, കൊളസ്ട്രോൾ കുറയാനത് സഹായിക്കും, നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കാനത് സഹായിക്കും. കാരണം കൊളസ്ട്രോൾ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട്. കൊളസ്ട്രോൾ ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാര് മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണ പലഹാരങ്ങളോ ബേക്കറി സാധനങ്ങളോ ഉപയോഗിക്കുന്നവരായ ഏതാണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും ഈ കൊളസ്ട്രോളിന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഡോക്ടർമാർ പറയുന്നത് എണ്ണ പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളും നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കണം, പിന്നെ വ്യായാമം ചെയ്യണം എന്ന് പറയാറുണ്ട്. ഉണ്ടോ? നടക്കാൻ പോകണം. കാരണം വ്യായാമം ചെയ്താലേ നമ്മുടെ ശരീരത്തിലെ HDL നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഭൂമുഖത്ത് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഭക്ഷ്യവസ്തുവില്ല. അത് ഈ സംഗതി മാത്രമാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഇത് കഴിച്ചാൽ അവർക്ക് നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ചെയ്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകൾ കഴിച്ചാലോ? അവർക്കത് വരില്ല. അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, ഇത്രയും കാലമായിട്ട് എൻ്റെ ബ്ലഡ് ലാബിൽ കൊടുത്ത് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല. പലപ്പോഴും നമ്മുടെ ഹെൽത്ത് ക്യാമ്പിൽ നമ്മുടെ ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ബ്ലഡ് അവിടെ ലാബിൽ അല്ല നമ്മുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയെടുത്തൊക്കെ എൻ്റെ ഷുഗർ നോർമലായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. വേറൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. ഇത് ഞാൻ പറയുന്നത് അതിശയോക്തി കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഈ ഉൽപ്പന്നങ്ങൾ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ വരുമ്പോൾ എന്താണിതെന്ന് മനസ്സിലാക്കി ഇതിന്റെ നന്മ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനും നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ നാടിന് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിലുള്ള ചാരിറ്റി. ഇവിടെ ഈ ഒരു ഉൽപ്പന്നം മാത്രമല്ല, ഇതേപോലെ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. മല്ലി, മുളക്, മഞ്ഞൾ തുടങ്ങിയ സാധനങ്ങൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മിക്കവാറും എല്ലാവരും തന്നെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്നതാണ്. അതിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മായം, കലർപ്പ് ഉണ്ടോ എന്നുള്ള വസ്തുത ഏതാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിയല്ലേ? പക്ഷെ ഇതൊക്കെയല്ലേ എല്ലാവരും വാങ്ങിക്കഴിക്കുന്നത്. പിന്നെ നമ്മളെന്ത് ചെയ്യും? വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളും അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 36 പ്രാവശ്യം പിഴയടച്ചതിന് മായം കലർത്തിന് പിടിച്ച് പിഴയടയ്ക്കപ്പെട്ട കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മുടെ അടുക്കളയിലുള്ളത്. അമേരിക്കയിലേക്ക് കയറ്റി വയ്ക്കാൻ വെച്ചിരുന്ന മുളക് പൊടി 1.5 ടൺ പിടിച്ച് നശിപ്പിച്ച് കളയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നും ഇന്റർനെറ്റിലുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ട് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അവിടെയാണ് കഴിഞ്ഞ 18 വർഷമായിട്ട് ഏത് ലാബിൽ പരിശോധിച്ചാലും 100% പ്യൂർ ആണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് കഴിഞ്ഞ 18 വർഷമായിട്ട് ആർസിമിന്റെ ഉൽപ്പന്നം നമുക്ക് കിട്ടുന്നത്. മഞ്ഞളിന്റെ മല്ലി, മുളക്, മഞ്ഞളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മഞ്ഞളിന്റെ മഹാത്മ്യം പറയാതിരിക്കാൻ കഴിയില്ല. മഞ്ഞളിന് വളരെ വലിയ ഔഷധ മൂല്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മലയാളികൾക്കറിയാം. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറയുന്ന ഘടകം ഒന്നാന്തരം ആന്റിബയോട്ടിക് ആണ്. പണ്ട് മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞൾ ഉപയോഗിച്ചിരുന്നു മരുന്നായിട്ട്, പഴയ ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ അതിനകത്തെ കുർക്കുമിൻ കണ്ടെത്തിയത് അമേരിക്കക്കാരാണ്. അതുകൊണ്ട് അതിന് പേറ്റൻസ് അവർക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ മഞ്ഞൾ മുറിവിൽ വെക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന മഞ്ഞൾ പൊടി നിങ്ങൾക്ക് ആർക്കെങ്കിലും മുറിവിൽ വെക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ ധൈര്യം പോട്ടെ, ഇത് ഉണ്ടാക്കുന്ന കമ്പനിയുടെ MDക്ക് പറ്റുമോ? കാരണം 85% മഞ്ഞൾപ്പൊടികളും കേരളത്തിൽ കിട്ടുന്നവയിൽ ലെഡ് ക്രോമേറ്റ് എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടെന്ന് പരിശോധന തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് വിഷമുണ്ടെങ്കിലും വിഷം ചേർത്തയാളെ ഇവിടെ നിയമപരമായി ശിക്ഷിക്കാനുള്ള സംവിധാനമില്ലാത്തത് കൊണ്ടാണ് ഇത് തുറന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ആർസിമിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയുടെ ഗുണനിലവാരം എനിക്ക് തന്നെ ഉപയോഗിച്ച് ബോധ്യപ്പെടാൻ അവസരമുണ്ടായി. ഈ മാസം 8-ാം തീയതി ഹൈദരാബാദിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി രാവിലെ റെഡിയാകുന്ന സമയത്ത് 4 മണിക്ക് കബോർഡിന്റെ ഡോറിൽ തട്ടി എൻ്റെ തല മുറിഞ്ഞു. വേറൊന്നും ആലോചിച്ചില്ല. ആർസിമിന്റെ മഞ്ഞൾപ്പൊടിയുടെ ഗുണം എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടി എടുത്ത് ഞാൻ എൻ്റെ മുറിവിൽ വെച്ചു. ഒരു 3 മിനിറ്റ് കൈവരലുകൊണ്ട് ഞെക്കി പിടിച്ചു. ഒരു 2 സ്റ്റിച്ചെങ്കിലും ഇടേണ്ടി വരുന്ന ഒരു മുറിവ് ഈ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടുകൊണ്ട് ഞാനത് ഉണക്കി. ഇപ്പോഴും എൻ്റെ തലയിൽ പാടുണ്ട്. ആ മഞ്ഞൾപ്പൊടി വെച്ചുകൊണ്ട് ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത തലയിലുള്ള മഞ്ഞ കളറുള്ള ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ചലഞ്ച് ചെയ്ത് പറയാൻ കഴിയും, നമ്മുടെ നാട്ടിൽ മഞ്ഞൾപ്പൊടി കൊടുക്കുന്ന എത്ര കമ്പനിയുടെ MDമാർക്ക് ഇത് ചെയ്യാൻ കഴിയും? ഈ ഉൽപ്പന്നങ്ങളിലെ ക്വാളിറ്റി
നമുക്ക് ഉപയോഗിച്ച് ബോധ്യപ്പെടാം. പരിചയമുള്ള ആളുകൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഉപയോഗിച്ച് അവർക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നമുക്ക് വിശ്വസിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് ഇതിനെ അപഗ്രഥിക്കാം, വിലയിരുത്താം. അത് ഗുണകരമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാം, അതിന് ഗുണം നമുക്കുണ്ടാകും. ഈ കൂടെ എനിക്ക് ഒരു ചെറിയ പ്രൊഡക്റ്റോടെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്ന അതിശയിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസിൽ തന്നെ നമ്മുടെ ചെറുപ്പകാലം നമ്മൾ ഓർത്തിരുന്നു, ഇന്നത്തെ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. പണ്ടത്തെ അപേക്ഷിച്ച് കുട്ടികൾക്ക് അസുഖം കൂടുതലാണോ കുറവാണോ? എന്താണ് ഇതിന് കാരണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലെ മാലിന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടുന്നില്ല. ശരിയാണോ? ഇന്ന് അംഗൻവാടികളിൽ കൂടെ കുട്ടികൾക്ക് വേണ്ടി ഒരു പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. എന്താ അതിന്റെ പേര്? സാറിനറിയോ? അംഗൻവാടിയിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പോഷകാഹാരം അമൃതം പൊടി. എന്താണത്? എന്താണ് അതിന്റെ സയൻസ്? എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? പലതരത്തിലുള്ള ധാന്യങ്ങൾ ചേർത്ത് പൊടിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ആരാണ് ഇതിന് പൈസ മുടക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോഷക ന്യൂനത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അമൃതം പൊടി കൊടുക്കുന്നത്. പലതരത്തിലുള്ള ധാന്യങ്ങൾ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ സോഴ്സാണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീനെ കൊണ്ടാണ്. ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇഷ്ടിക ഉപയോഗിക്കുന്നു. മണ്ണ് കൊണ്ടുള്ള ഇഷ്ടികയാകാം, കോൺക്രീറ്റ് കൊണ്ടുണ്ടാകാം, ചുടുകട്ടയാവാം, അല്ലെങ്കിൽ കരിങ്കല്ലാകാം. അതേപോലെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങളെ കൊണ്ടാണ്. കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീനെ കൊണ്ടാണ്. ആ പ്രോട്ടീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നതാണ് ധാന്യങ്ങൾ. അങ്ങനെ പലതരത്തിലുള്ള ധാന്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് കുട്ടികൾക്ക് വേണ്ടി ഗവൺമെന്റ് തലത്തിൽ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? അത് കുട്ടികൾ കഴിക്കാറില്ല. കാരണം കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന സാധനം കളയരുതല്ലോ എന്ന് വിചാരിച്ച് അമ്മമാർ അതുകൊണ്ട് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി പരീക്ഷ നടത്തും. 27 തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കിയ ഒരു കുടുംബശ്രീ പ്രവർത്തകയ്ക്ക് മന്ത്രി അവാർഡ് കൊടുത്തു ആലപ്പുഴയിൽ. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ഇത്രയും പണം മുടക്കി കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നു? നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഈ അംഗനവാടിയിൽ പോയി പൊടി വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന അമ്മ കൊച്ചിന് ലേസ് വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ നാട്ടിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരൊക്കെ സിപ്പപ്പ് കഴിക്കും. എന്താണ് സിപ്പപ്പിനകത്തുള്ളത്? അമോണിയ ചേർത്ത ഐസ്, നിറം, മണം, രുചി കൊടുക്കുന്ന രാസപദാർത്ഥങ്ങൾ, പഞ്ചസാരയുടെ 300 ഇരട്ടി മധുരം തരുന്ന സാക്കറിൻ, അതാണ് അതിനകത്തുള്ളത്. ഇന്ന് എല്ലാ കുട്ടികൾക്കും ലഭ്യമാണത്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണത്തിലൂടെ കിട്ടിയിരുന്ന പോഷക മൂല്യം ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം എല്ലാം മലിനമാണതാനും. ശരിയാണോ? അങ്ങനെ വരുമ്പോൾ വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരുടെ വളർച്ച മുരടിച്ചു പോകും. അവരുടെ ബുദ്ധിപരമായ വളർച്ചയെ അത് തടസ്സപ്പെടുത്തും. അവരുടെ രോഗപ്രതിരോധ ശക്തി കുറയും, കായികമായ ശേഷി കുറയും. ശരിയാണോ? ഞാൻ എയർഫോഴ്സിൽ സെലക്ഷന് പോയ സമയത്ത് അന്നത്തെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം എഴുത്ത് പരീക്ഷ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, അതിനുശേഷമാണ് ഫിസിക്കൽ, കായികക്ഷമത. ഇപ്പോഴെങ്ങനെയാ? ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ പരസ്യം കാണാറില്ല. എന്താ ചെയ്യുക? എല്ലാവരെയും ഗ്രൗണ്ടിലേക്ക് വിളിക്കുക. ആദ്യം ഫിസിക്കൽ. 37,000 യുവാക്കൾ, 18-നും 21-നും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കൾ ഫിസിക്കൽ ഫിറ്റ്നസിൽ പോയിട്ട് 1870 പേരാണ് പാസ്സായത് പത്തനംതിട്ട ജില്ലയിൽ. 25,000 പേര് മണ്ണൂത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിൽ ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുത്തു. 5 സ്റ്റേറ്റിൽ നിന്ന് 5 ഡിസ്ട്രിക്റ്റിൽ നിന്നായിട്ട് പാസ്സായത് വെറും 2,500 പേര്. കായികശേഷി ഇല്ല. എന്താ കാരണം? കാരണം പോഷകമുള്ള ഭക്ഷണം കഴിക്കുന്നില്ല, വ്യായാമമില്ല. അടുത്ത തലമുറ എന്താകും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾ, ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ചെറുപ്പത്തിൽ 18ഓ 20ഓ വയസ്സുള്ള സമയത്ത് നിങ്ങൾ ചെയ്തിരുന്ന ജോലി ചെയ്യാൻ നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ശേഷിയുണ്ടോ? ഉണ്ടോ? ഇതിനെന്താണ് പരിഹാരം? ഗവൺമെന്റ് മാറിയത് കൊണ്ടൊന്നും ഇതിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് നിന്റെ ആഹാരമാണ് നിന്റെ ഔഷധം എന്നുള്ള ആ പ്രയോഗം ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയും. 49 പോഷക ഘടകങ്ങളാൽ സമ്പുഷ്ടമായ ഈ പ്രൊഡക്റ്റ് 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ട പോഷകങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക
പോഷകാഹാരമാണ്. 49 പോഷകാഹാരങ്ങളില്ല ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മേന്മയുള്ളതോ ആയിട്ടില്ല ഒരു പ്രൊഡക്റ്റും ലോകത്തൊരു കമ്പനി ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് ചലഞ്ച് ചെയ്ത് പറയാൻ കഴിയും. കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ എഴുതിയിട്ടുണ്ട് ക്ലിനിക്കലി പ്രൂവൺ. ക്ലിനിക്കലി പ്രൂവൺ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു. അതിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ 49 പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കുട്ടികളുടെ വളർച്ച ഒരേപോലെയല്ല. ഒരു മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് 70% ഗർഭാവസ്ഥയിലാണ്. അത് കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കൊണ്ട് 20%, അതായത് 90% ബ്രെയിനിന്റെ വളർച്ച 5 വയസ്സ് കൊണ്ട് കംപ്ലീറ്റ് ആകും. പിന്നെ 10% അടുത്ത 10 വർഷം കൊണ്ട് 15 വയസ്സിനുള്ളിൽ ബ്രെയിനിന്റെ വളർച്ച കംപ്ലീറ്റ് ആകും. നിങ്ങളിൽ മുതിർന്ന ആളുകൾ ഭൂരിപക്ഷം പേരും നിങ്ങളുടെ ചെറുപ്പത്തിൽ വെണ്ണ കഴിച്ചിട്ടുണ്ടാവും. വെണ്ണ അല്ലേ? ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് വെണ്ണ എന്ന് പറഞ്ഞാൽ അറിയാവോ എന്താന്ന്? എന്തിനാണ് കുട്ടികൾക്ക് വെണ്ണ കൊടുക്കുന്നത്? ഓർമ്മശക്തി കൂട്ടാൻ, ബുദ്ധി ഉണ്ടാവാൻ, അല്ലാതെ ആരോഗ്യത്തിനല്ല. കളിക്കാൻ പോകുന്ന ചേട്ടനല്ല വെണ്ണ കൊടുത്തുകൊണ്ടത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ സ്കൂളിൽ പോകുന്ന പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധി ഉണ്ടാകാനുള്ള എന്തെങ്കിലും അവരുടെ ഭക്ഷണത്തിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അവർക്ക് പോഷകം ഉണ്ടാകാനുള്ള എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ മുതിർന്ന ആളുകൾ, നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കണ്ണട വെച്ച എത്ര കുട്ടികൾ ആകെ സ്കൂളിൽ ഉണ്ടായിരുന്നു? അതിനേക്കാൾ കുട്ടികൾ ഇന്ന് ഓരോ ക്ലാസ്സിലും കണ്ണട വെച്ചവരായിട്ടുണ്ട്. ശരിയാണോ? അധ്യാപകരായിട്ട് ജോലി ചെയ്തിരുന്നവരോ ജോലിയിലുള്ളവരാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? അപ്പോൾ ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അമിതമായ അളവിൽ കീടനാശിനികളും രാസപദാർത്ഥങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്നവയാണെന്നുള്ള വസ്തുത, സത്യം നമുക്കറിയാമെന്നിരിക്കെ ഇതിനൊക്കെ എന്ത് പരിഹാരം? എല്ലാവരും ചെയ്യുന്നു, ഞാനും അങ്ങനെയല്ല, വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറയുകയല്ല വേണ്ടത്. നല്ലതെന്താന്ന് കണ്ടെത്തി അത് ഉപയോഗിക്കാൻ പഠിക്കുക. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നല്ലേ മഹത്വചനം. ഇവിടെ ആർസ്യം തരുന്ന ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് 49 പോഷകങ്ങൾ. ഒരു ബോർഡും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുമായിരുന്നു. ഈ 49 പോഷകങ്ങളിൽ 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് എന്താ പറയാ, എല്ലാ തരത്തിലും സമഗ്രമായ വളർച്ച ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന 3 തരത്തിലുള്ള പ്രോട്ടീൻ ഇതിനകത്തുണ്ട്. 3 പ്രോബയോട്ടിക്സ് ഉണ്ട്. അതാണ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. കുട്ടികൾക്ക് അസുഖം കൂടുതലാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ അസുഖം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉയർന്ന രോഗപ്രതിരോധ ശക്തി ഉള്ളവരെ അസുഖം ബാധിക്കില്ല. രോഗപ്രതിരോധ ശക്തി ഉണ്ടാകാൻ സഹായിക്കുന്ന 3 പോഷകങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന കുട്ടികൾക്ക് അസുഖം വരില്ല. ഇഷ്ടം പോലെ കുട്ടികൾ ഇത് കൊടുത്തിട്ട് അമ്മമാര് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. ഇവിടെ കഴിഞ്ഞ മുമ്പത്തെ വർഷം എന്താ പറയാ, വനിതാ ദിനത്തിൽ കോഴിക്കോട് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു അമ്മ പറഞ്ഞു, 8 വർഷമായിട്ട് എൻ്റെ കുട്ടി ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഇതുവരെ ആ കുട്ടിക്ക് ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വന്നില്ല, മറ്റൊരു അസുഖമില്ല. എന്തിനു പറയാൻ, എൻ്റെ കുഞ്ഞിനെ ഉൽപ്പന്നം രക്ഷിച്ചു എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടി. അത് പറയുന്നത് കേൾക്കുമ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ എന്താ പറയാ അഭിമാനം തോന്നാറുണ്ട്, ചാരിതാർത്ഥ്യം തോന്നാറുണ്ട്. ഇതിനകത്ത് 10 ആയുർവേദ മരുന്നുകളുടെ കണ്ടൻസ് ഉണ്ട്. ഒരു കുട്ടിയുടെ ദൈനംദിന ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും, 3 തരത്തിലുള്ള പ്രോട്ടീൻ, 3 തരത്തിലുള്ള പ്രോബയോട്ടിക്സുകൾ, അതേപോലെ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന DHA കോളിൻ എന്ന് പറയുന്ന ഘടകം, അതുകൂടാതെ 10 ആയുർവേദ മരുന്നുകളിലെ സത്ത് ഇതിനകത്തുണ്ട്. ആയുർവേദത്തെ കുറിച്ച് പറയുമ്പോൾ ആയുർവേദത്തിന്റെ ഈറ്റിലും കേരളമായതുകൊണ്ട് മലയാളികൾ ഇതൊക്കെ അറിയാം. പക്ഷേ അറിയാമെന്നേ ഉള്ളൂ, വിദ്യയുണ്ട്, അഭ്യാസമില്ല. കിഴാർനെല്ലി മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? കോഴിക്കോടും കിഴാർനെല്ലി എന്നല്ല പറയാം. അതെ, മഞ്ഞപ്പിത്തം നമ്മുടെ കരളിനെ ബാധിക്കുന്ന അസുഖമാണ്. കരളിന്റെ പണി എന്താ? കരളുണ്ടോ? ഈ സംശയം ആരും ഒരു പ്രതികരണവും ഇല്ല. ഞാൻ ഇത്രയും വായിട്ടടിച്ചിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ ആളിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഒന്നാണ് കരൾ. 500-ലധികം ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും കഴിക്കുന്ന ഭക്ഷണത്തിലും മാലിന്യത്തിന്റെ തോത് കൂടുമ്പോൾ ശരീരത്തിലെ മാലിന്യം പോകേണ്ട വിയർക്കുന്ന പണി, വ്യായാമത്തിലൂടെ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ മാലിന്യം ശരീരത്തിൽ കൂടുകയോ കുറയോ? കൂടും. അപ്പോൾ കിഡ്നി സംബന്ധമായി, ലിവർ സംബന്ധമായ അസുഖം കൂടുകയോ കുറയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോ വാർഡിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, മലയാളികളിൽ 10-ൽ 2 പേർക്ക് കിഡ്നി സംബന്ധമായ അസുഖമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന 100 പേരിൽ 20 പേർക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നമുണ്ട്. പക്ഷെ നമുക്കറിയാൻ കഴിയില്ല. കാരണം 30% പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ കാര്യം നടക്കും എന്നുള്ളത് കൊണ്ട് കിഡ്നി പ്രവർത്തനം നിർത്തിയാലേ നമ്മൾ അറിയുള്ളൂ. കിഴാർനെല്ലി
പ്രവർത്തനം നിർത്തിക്കളയുന്ന കിഡ്നിയെ തിരിച്ചു കൊണ്ടിരുന്നതാണ് കരളിനെ തിരിച്ചു കൊണ്ടിരുന്നതാണ് കിഴാർനെല്ലി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് കുട്ടിയുടെ ഭക്ഷണത്തിലുണ്ടെങ്കിൽ ഡെയിലി കുറേശ്ശെ കിട്ടിയാൽ ആ കുട്ടിയുടെ കരൾ നന്നായിട്ട് പ്രവർത്തിക്കും. 500 ഫംഗ്ഷൻ ആ കുട്ടിയുടെ ശരീരത്തിൽ നടക്കും. ഡീടോക്സിഫിക്കേഷൻ എഫക്റ്റീവായിട്ട് നടക്കും. രക്തചംക്രമണം കൂടും, ബുദ്ധിശക്തി ഉണ്ടാകും, ഉന്മേഷം ഉണ്ടാകും, ഉണർവുണ്ടാകും, പഠനത്തിൽ മികവ് കാണിക്കും. ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 1 മാസം കുട്ടികൾക്ക് ഇത് കൊടുത്തു നോക്കുക. അതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമത്തെ ഔഷധം മുന്തിരി, ഹീമോഗ്ലോബിൻ വർദ്ധിക്കാൻ സഹായിക്കും. മൂന്നാമത്തെ ഔഷധം ഇരട്ടി മധുരം. ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ള ആളുകൾ 10 പേര് കാണുള്ളൂ, കണ്ടാൽ തിരിച്ചറിയുന്ന ആളുകൾ 2-3 പേര് കാണുള്ളൂ. ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭൂരിപക്ഷം ആളുകളും അവര് സാധനം എന്താണെന്ന് അറിയാതിരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇരട്ടി മധുരം എപ്പോഴാണ് ഉപയോഗിച്ചിട്ടുള്ളത്? പണ്ട് കുട്ടികൾക്ക് ഒരമരുന്ന് കൊടുക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ തൊള്ളി മരുന്ന് കൊടുക്കും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട്. ആ ഉരമരുന്നിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നാണ് ഇരട്ടി മധുരം. എന്തിനാണ്? ജലദോഷം, കഫക്കെട്ട്, ചുമ, തൊണ്ടൊക്കെ പ്രശ്നം. 2 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ചോദിച്ചോണ്ടിരിക്കുമല്ലോ. യെസ്, അതിനൊരു വലിയ പരിഹാരമാണ്. അതേപോലെ ഇതിനകത്ത് ഇഞ്ചിയുണ്ട്, തുളസിയുണ്ട്, കുരുമുളകുണ്ട്, ചിറ്റമൃതുണ്ട്. ചിറ്റമൃത് IQ ബുദ്ധിശക്തി ഉണ്ടാവാൻ നല്ലതാണ്. എന്താണ് ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ? ഗ്രഹണശേഷി, ഗ്രാസ്പിംഗ് പവർ, ഓർമ്മശക്തി, മെമ്മറി, ഇത് രണ്ടുമുള്ള കുട്ടികളെയാണ് നമ്മൾ മിടുക്കരെന്ന് പറയുക. ആണോ അല്ലയോ? 52 കുട്ടികളുള്ള ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരേ കാര്യം, ആ മുമ്പിലിരിക്കുന്ന കുറച്ച് പേര് മാത്രം എല്ലാം കേട്ട് മനസ്സിലാക്കും, ഓർമ്മ വയ്ക്കും. എന്നിട്ട് പറയും ടീച്ചർ അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. മറ്റു കുട്ടികൾ ടീച്ചർ പറഞ്ഞോന്ന് പോലും ഓർക്കുകയില്ല. ആ വ്യത്യാസത്തിന് കാരണം ഇതാണ്. ചിറ്റമൃത് കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് സഹായിക്കും. അതുപോലെ അയമോദകം നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? എന്തിനാ അയമോദം ഉപയോഗിക്കുന്നത്? ദഹനത്തിന് നല്ലതാണ്. ഇതിൽ ചേർത്തിട്ടുണ്ട് പനിക്കൂർക്ക എന്നാണോ കോഴിക്കോട് പറയുക? കഞ്ഞിക്കൂർക്ക. എന്തിനാ അത് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഇപ്പൊ കഞ്ഞിക്കൂർക്ക കാട് പോലെ ഉണ്ടെങ്കിലും കൊച്ചിന് പനി വന്നാൽ എന്ത് മരുന്ന് കൊടുക്കും? പാരസെറ്റമോൾ കൊടുക്കും. എല്ലാ വീട്ടിലും പാരസെറ്റമോൾ, കുട്ടികളുണ്ടെങ്കിൽ പാരസെറ്റമോൾ സിറപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും. അമ്മയുടെയും അച്ഛൻ്റെയും വിദ്യാഭ്യാസമൊന്നും അവിടെ പ്രശ്നമല്ല. ഒരു ഡോക്ടറും പ്രിസ്ക്രൈബ് ചെയ്യേണ്ട. കൊച്ചിന് ചെറിയൊരു ചൂടുണ്ടെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ അമ്മ പാരസെറ്റമോൾ സിറപ്പ് എടുത്ത് കൊടുക്കും. ശരിയാണോ? ആ രീതികളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയണം. ഇതിൽ ചേർത്തിരിക്കുന്ന 10ാമത്തെ ഔഷധം കറുവപ്പട്ട ഔഷധമാണോ? എന്തിനാ കറുവപ്പട്ട ഉപയോഗിക്കുന്നത്? മസാലക്കറികൾ, നോൺ വെജിറ്റേറിയൻ ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ കറുവപ്പട്ട ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പേനയും പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ 10 പേരും 10 ഉത്തരം എഴുതും. എന്തിനാണ് കറുവപ്പട്ട ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല. സുഗന്ധദ്രവ്യം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചിലർ പറയും ദഹനത്തിനാണ്, മണത്തിനാണ്, ഗുണത്തിനാണ്, രുചിക്കാണ്, പല കാരണങ്ങൾ പറയും. പക്ഷെ ആക്ച്വലി എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഒരല്പം സയൻസ് പഠിക്കണം. കാരണം കറുവപ്പട്ട ഉപയോഗിച്ചിട്ടുള്ള പാചകത്തിലെല്ലാം എണ്ണ ചൂടാക്കിയതിന് ശേഷമുള്ള പാചകമാണ്. ശരിയാണോ? എണ്ണ ചൂടാകുമ്പോൾ അല്ലെങ്കിൽ എണ്ണ തിളയ്ക്കുമ്പോൾ അതിൽ വിഷമുണ്ടാകും, ട്രാൻസ് ഫാറ്റി ആസിഡ്. ആ വിഷമാണ് ക്യാൻസറും ഹാർട്ട് അറ്റാക്കും കൊളസ്ട്രോളും BP ഒക്കെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന സംഗതി. അതിനെ നശിപ്പിക്കാൻ കഴിയുന്ന ആന്റി ഓക്സിഡന്റ് ആണ് കറുവപ്പട്ട. അതുകൊണ്ടാണ് എണ്ണ തിളപ്പിച്ചിട്ടുള്ള പാചകത്തിൽ കറുവപ്പട്ട ചേർത്തിട്ടുള്ളത്. അതല്ലാതെ മണത്തിനോ രുചിക്കോ ദഹനത്തിനോ അല്ല. ഇതൊരു പക്ഷേ പറഞ്ഞുതരാൻ നമ്മുടെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു, അമ്മൂമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അവർ ചെയ്തത് എന്താണോ നമ്മൾ ചെയ്യുന്നു. നാളെ മുതൽ കഞ്ഞി വെക്കുമ്പോൾ ഓരോ കഷണം കറുവപ്പട്ട ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ചേച്ചിമാര് പറയും അയ്യേ. എന്താ അങ്ങനെ പറയാൻ കാരണം? ശീലമില്ല. പക്ഷേ കുട്ടികൾക്കുള്ള ന്യൂട്രിചാർജ് കിഡ്സിൽ കറുവപ്പട്ട ചേർത്തിരിക്കുന്നു. രക്തശുദ്ധിക്ക് അറിഞ്ഞോ അറിയാതെയോ ആ കുട്ടി കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ട്രാൻസ് ഫാറ്റി ആസിഡ് അയാളുടെ ശരീരത്തിൽ എത്താനിടയായാൽ അതിന്റെ ദോഷം പോലും വരാതിരിക്കാൻ എത്ര നിഷ്കർഷയോട് കൂടിയാണ് ഒരു പ്രൊഡക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ കിഡ്സ് എന്ന പേര് കുട്ടികൾ എന്നാണ് അർത്ഥമെങ്കിലും ഇതിന് വളരെ വലിയൊരു അർത്ഥമുണ്ട്. K stands for knowledge, I stands for immunity, D stands for development, S stands for strength. ഒരു കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന ആ 4 കാര്യങ്ങളും കൊടുക്കാൻ കഴിയുന്നതാണ് ഇതെന്ന് ഉറപ്പ് തരുന്നു ഇതിനകത്തുള്ള സർട്ടിഫിക്കറ്റ്, ക്ലിനിക്കലി പ്രൂവൻ. ഞാൻ പറയുന്നു, നമുക്ക് പരിചയമുള്ള മുഴുവൻ കുട്ടികളും ഇത് ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാക്കാൻ കഴിയണം. അതായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചാരിറ്റി. അല്ലാതെ എന്താ പറയാ, സ്ത്രീ ശാക്തീകരണം 10-20 രൂപ എല്ലാവരും പിരിവ് വാങ്ങിച്ച് അത് കൊടുത്ത് പിന്നെ അതിനെ പലിശ വാങ്ങിച്ച് കൊടുക്കുന്നതല്ല സ്ത്രീ ശാക്തീകരണം, അല്ലെങ്കിൽ എന്താ പറയാ സ്ത്രീ സ്വാതന്ത്ര്യം. നമ്മുടെ അമ്മമാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വരും തലമുറയെ കാര്യക്ഷമമായിട്ട് സംരക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം, അതിനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം. ഈ കട, ഈ RCM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഈ ഒരു ഔട്ട്ലെറ്റ്
ഈ പ്രദേശത്ത് മാത്രമല്ല ഈ നന്മ നമ്മുടെ പഞ്ചായത്തും ജില്ലയും സ്റ്റേറ്റും ഒക്കെ കടന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾക്ക് ഒരു അത്താണിയായി മാറും, അതിനുള്ളൊരു കാരണമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം 2005 കേരളത്തിൽ ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ലാതിരുന്ന സമയത്ത് ഇന്ന് 650 പരം ഔട്ട്ലെറ്റുകളുണ്ട്. 10 ലക്ഷത്തോളം രൂപയുടെ ടേൺ ഓവർ നടക്കുന്ന ആർസിന്റെ ഔട്ട്ലെറ്റ് കേരളത്തിലുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്കുണ്ടായിട്ടുള്ള ആരോഗ്യപരമായ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ അഭിമാനം തോന്നാറുണ്ട്. ഇങ്ങനെ ഒരു സത്പ്രവൃത്തി ഇതിന്റെ കൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിഞ്ഞു, ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഒരു റിബൺ കട്ട് ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ സങ്കല്പിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ ഇതിങ്ങനെ വേണ്ടി വന്നു. നിങ്ങളുടെ സമയം ഞാൻ കവർന്നെടുത്തതിന് എന്നോട് ക്ഷമിക്കുക.